നമസ്കാരം. ഞാൻ പ്രശാന്ത് ചന്ദ്രൻ, റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ, കൊച്ചി. പാസ്പോർട്ട് സംബന്ധമായ നിങ്ങളുടെ ഏത് സംശയവും ഇനി വരുന്ന 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. അത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നമായാലും തന്നെയും പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. പാസ്പോർട്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്. പാസ്പോർട്ട് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. എന്നിരുന്നാൽ തന്നെയും ചില കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പാസ്പോർട്ട് കിട്ടുന്നതിന് കുറേയേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് വിശദമായി ഇത് നടക്കുന്നതോടൊപ്പം നമുക്ക് പ്രതിപാദിക്കാം. പാസ്പോർട്ട് അപേക്ഷിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന സംശയങ്ങളൊന്നാണ് പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ എന്നുള്ളത്. ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അത് 1989 ജനുവരി 26 അതിനുശേഷമോ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിനു മുമ്പ് ജനിച്ചവർ SLCയോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഹാജരാക്കിയാൽ മതി. അതുപോലെ ഈ സാധാരണക്കാരന് ഒരാൾ പാസ്പോർട്ടിന് അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം? പാസ്പോർട്ട് അപേക്ഷ പ്രധാനമായിട്ടും ഇപ്പോൾ ഓൺലൈനിൽ മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് passportindia.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. നിങ്ങൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ ആ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബയോഡാറ്റ ഫില്ലപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ചെയ്യേണ്ടത് പാസ്പോർട്ട് ഫീ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് മുഖേനയോ അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് കിട്ടും, അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടും. ആ ഡേറ്റിൽ ആ പറയുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഹാജരാകുക. വേണ്ടുന്ന രേഖകളുടെ ഒറിജിനലും അതോടൊപ്പം ഒരു കോപ്പിയും അവിടെ സമർപ്പിക്കണം. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് തന്നെ ചോദിച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഒരു അത്ര അപ്ഡേറ്റഡ് അല്ല. അതിലെ ടെർമിനോളജീസ് ഒക്കെ ആണെങ്കിൽ പോലും വളരെ ലീഗൽ ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഇങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്, അപ്ഡേറ്റഡ് അല്ല ഇങ്ങനത്തെ ടെർമിനോളജി പ്രശ്നങ്ങൾ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഒരു പാസ്പോർട്ട് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്നത് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുക, 1. 2, നമ്മളുടെ പാസ്പോർട്ട് ഓഫീസ്, അതായത് കൊച്ചി പാസ്പോർട്ട് ഓഫീസ് ഒരു ഫേസ്ബുക്ക് പേജ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചി എന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ അതെല്ലാം ഞങ്ങൾ പീരിയോഡിക്കലായി അതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ട്, അതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക്. ഇതൊന്നുമില്ലെങ്കിൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 12:30 വരെ എന്നെ നേരിട്ട് കാണാവുന്നതാണ്. വിനീത് നായർ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ടിൽ നെയിം എഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? വിനീത്, ഇത് നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ഒന്ന്, സപ്പോസ് വിനീത് എന്നുള്ള നെയിമിലൊരു സ്പെല്ലിംഗ് കറക്ഷനാണ് വേണ്ടതെങ്കിൽ അയാൾക്ക് ഏത് സ്പെല്ലിംഗ് ആണോ വേണ്ടത്, അതായത് വിനീതിന്റെ കേസിൽ വിനീതിന് ഏത് സ്പെല്ലിംഗ് ആണോ വേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 ഡോക്യുമെന്ററി പ്രൂഫ്സ് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ സർ. ഉനൈസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു പാസ്പോർട്ട് അപേക്ഷിക്കാൻ മാരീഡായ ആളുകൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം? ഉനേഷ്, ഹായ്. അത് മാരീഡായ ആളുകൾ സ്പൗസിന്റെ നെയിം എൻഡോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെ, ബാക്കിയുള്ള ആപ്ലിക്കൻസിന് പോലെ തന്നെ. സിത്താര പത്മ ചോദിക്കുന്നുണ്ട്, പാസ്പോർട്ടിന് എവിടെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. പാസ്പോർട്ടിന് ഓൺലൈനിൽ passportindia.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കുക. നിങ്ങളുടെ സമീപത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ പാസ്പോർട്ട് സേവാ കേന്ദ്രം സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് നിങ്ങൾ നടത്തണം. പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റും ടൈമും കിട്ടും. ആ ഡേറ്റിൽ ആ സെലക്ട് ചെയ്യപ്പെട്ട പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഹാജരാകുക. അത്ര മാത്രം മതി. ഫോട്ടോ കയ്യിൽ കരുതേണ്ടത് ആവശ്യമില്ല. സജി സ്റ്റീഫൻ ചോദിക്കുന്നു, പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ വിസ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുമോ? ഹായ് സജി, വിസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്തെടുക്കുമ്പോൾ പഴയ പാസ്പോർട്ടിലെ വിസ വാലിഡ് ആണെങ്കിൽ ആ പഴയ പാസ്പോർട്ട് കൂടി നിങ്ങൾ കൈവശം കരുതണം. അത്ര മാത്രമേ ഉള്ളൂ. ജാസിർ ചോദിക്കുന്നുണ്ട്, പോലീസ് വെരിഫിക്കേഷൻ വന്നപ്പോൾ ആളില്ലായിരുന്നു, ഇനി എന്ത് ചെയ്യും? അഗൈൻ വെരിഫിക്കേഷൻ വരുമോ? ഹലോ ജാസർ, ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് അവരിവിടെ സമർപ്പിക്കും. അപ്പം ആളിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അയാൾക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് നമ്മൾ ഇവിടുന്ന് അയക്കും. അതിനുള്ള റിപ്ലൈ നേരിട്ടോ അല്ലാതെ പോസ്റ്റ് വഴിയോ നൽകിയാൽ മതി. വിനേഷ് ചോദിക്കുന്ന ഒരു രസകരമായ ചോദ്യമാണ്, റിലീജിയൻ കൺവേർട്ട് ആയാൽ അത് പാസ്പോർട്ടിൽ ചേഞ്ച് വരുത്തണോ വേണ്ടയോ?
പാസ്പോർട്ടിൽ റിലീജിയൻ അത് പ്രിന്റ് ചെയ്ത് വരാറില്ല, അതിന്റെ ആവശ്യമില്ല. പേര് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ പ്രശ്നം വരാറുള്ളൂ. സർ, ഈ ആപ്ലിക്കന്റ് മൈനർ ആണെങ്കിൽ അവരുടെ പേരൻസ് എബ്രോഡ് ആണെങ്കിൽ അവർ എങ്ങനെ അപ്ലൈ ചെയ്യാം? പേരൻസ് ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ, ഒരാൾ എബ്രോഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെന്റ് ആവശ്യമുണ്ട്. ആ കൺസെന്റ് ലെറ്റർ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തിരിക്കണം. രണ്ടുപേരും എബ്രോഡ് ആണെങ്കിൽ, കുട്ടി നാട്ടിലുമാണ് എങ്കിൽ അവരുടെ കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്പോഴും പേരൻസിന്റെ കൺസെന്റ് ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് അയച്ചിരിക്കണം. ഷിത നില എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, I have no marriage certificate. I have only registered marriage agreement contract date ഒക്കെ പറഞ്ഞിട്ടുണ്ട്. What can I do? Sir, my husband in abroad, so we can't register again. ഓക്കെ, അവരുടെ മാരേജ് എന്നാണെന്ന് എനിക്കറിയണം. ഉദാഹരണമായി ഇപ്പം 2009 ആണെങ്കിൽ കേരളത്തിൽ വെച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പൾസറി ആണ്. അത് ഇനി അവർക്ക് എന്തെങ്കിലും പാസ്പോർട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കാണുക, അത് മാത്രമേ പറ്റുള്ളൂ. അത് എന്താണെന്നുള്ള വഴി നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടി വരും. ജിത്തു ചോദിക്കുന്നു, എത്ര ദിവസം കൊണ്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാം? എത്ര ദിവസം മുൻപ് നമുക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കാം? യൂഷ്വലി അത് റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നത് കാലാവധി തീരാൻ 1 വർഷത്തിൽ കുറവുള്ളപ്പോൾ മാത്രമാണ്. മറിച്ച് അതിന് മുമ്പും നമുക്ക് റീ ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും പർട്ടിക്കുലേഴ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ മാത്രം. രണ്ടാമത്തെ ചോദ്യം എന്താ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്? എത്ര ദിവസം മുൻപ് അത് റിന്യൂ ചെയ്യുന്നതിന് എത്ര ദിവസം മുൻപ്? എനിക്ക് എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് എത്ര ദിവസം മുൻപ്? അതായത് 1 വർഷത്തിന് മുമ്പ്. അതിനോട് ചേർന്ന ഒരു ചോദ്യം കൂടെ അയാൾ ചോദിച്ചിരുന്നു, എത്ര ദിവസം കൊണ്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ കൊടുക്കാം? 24 മണിക്കൂറിനുള്ളിൽ അയാളുടെ പാസ്പോർട്ട് കിട്ടും. സച്ചിൻ ശ്യാം ചോദിക്കുന്നുണ്ട്, സർ, തത്കാൽ പാസ്പോർട്ട് എടുക്കാനായിട്ട് എന്താണ്? തൽക്കാൽ പാസ്പോർട്ട് എടുക്കുന്നതിന് ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ 3 ഡോക്യുമെന്റ് ആവശ്യമുണ്ട്. അതിലൊന്ന് വോട്ടർ ഐ ഡി കാർഡ് കമ്പൾസറി ആണ്. മറിച്ച് റീ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോഴത്തെ പാസ്പോർട്ട് മാത്രം മതി തൽക്കാൽ ഡോക്യുമെന്റ്സ്. സർ, മുമ്പ് ക്രിമിനൽ കേസസ് വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടാൻ എലിജിബിൾ ആണോ? എന്താണ് ചെയ്യേണ്ടത്? പാസ്പോർട്ട് കിട്ടാൻ അദ്ദേഹം എലിജിബിൾ ആണ്. പക്ഷെ കിട്ടുന്നതിന് വേണ്ടി ആ കേസ് നിലനിൽക്കുന്ന കോടതിയുടെ സമ്മതം ആവശ്യമാണ്. കോടതിയിൽ നിന്ന് NOC കിട്ടിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യും. മജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം പുള്ളി വിദേശത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്പോർട്ട് അവിടെ വെച്ച് എക്സ്പയർ ആയാൽ ഇന്ത്യയിൽ പോവാതെ UN തന്നെ ചെയ്യാൻ പറ്റുമോ? അതിന് സാധിക്കും. ഇന്ത്യൻ എംബസി അപ്രോച്ച് ചെയ്യണം. ഇന്ത്യൻ എംബസി അപ്രോച്ച് ചെയ്യുക. പാസ്പോർട്ട് സർവീസ് അബ്രോഡ് ചെയ്യുന്നത് കൺസേൺ എംബസിയാണ്. രഞ്ജൻ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, അപേക്ഷ നമ്മൾ തന്നെ കൊടുക്കണോ അതോ മറ്റാരെങ്കിലും കൊടുത്താൽ മതിയോ? ഓൺലൈനിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ആപ്ലിക്കന്റ് നേരിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഹാജരാവണം. കാരണം ഫോട്ടോഗ്രാഫ്സ് ലൈവ് ക്യാപ്ചർ ചെയ്യാണ്. അതോടൊപ്പം അയാളുടെ ബയോമെട്രിക്സും ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. നീത അന്ന എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, ഗൾഫ് നാടുകളിൽ ഒരാളുടെ ബാങ്ക് ലോണുകൾ പാസ്പോർട്ട് ഉപയോഗിച്ച് തട്ടിയെടുക്കുന്ന രീതി തടയാൻ പാസ്പോർട്ടിൽ എന്തെങ്കിലും പരിഷ്കാരം വരുത്താൻ സാധിക്കും? അത് ഗവൺമെന്റ് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. പാസ്പോർട്ട് ഓഫീസർക്ക് അതിൽ യാതൊരു റോളും ഞാൻ കാണുന്നില്ല. കോഴിക്കോട് നിന്ന് സൗരവ് ചോദിക്കുന്നു, സൗരവ് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാണ്. പക്ഷെ സൗരവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല SSLCയിലുള്ളത്. അത്തരം കാര്യത്തിൽ എന്താണ് ഒരു മാർഗം? അത് ഒരാളുടെ കൈവശമുള്ള SSLCയും ബർത്ത് സർട്ടിഫിക്കറ്റിലും 2 ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവുമില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ പാസ്പോർട്ടിൽ വരുള്ളൂ. അത് പാസ്പോർട്ട് കിട്ടുന്നതിന് ഒരു തടസ്സമല്ല. പുതിയ പാസ്പോർട്ട് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പുതിയ പാസ്പോർട്ട് ആണെങ്കിലും പുതിയ പാസ്പോർട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, 89 ജനുവരി 26 അതിന് ശേഷവും ജനിച്ചവർ ബർത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഇനി SSLCയിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും 89 ശേഷം ജനിച്ച ആളായാൽ പോലും SSLCയിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും 2 ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ പാസ്പോർട്ട് കിട്ടുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ പാസ്പോർട്ടിൽ എൻഡോഴ്സ് ചെയ്യപ്പെടുന്ന ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ളതായിരിക്കും. ഒരാള് പാസ്പോർട്ട് നേരത്തെ എടുത്തു, അയാള് അദ്ദേഹത്തിന്റെ SSLC ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പാസ്പോർട്ടിൽ കൊടുത്തിരുന്നത്. അത് ഉപയോഗിച്ച് പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വേറെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ ഇത് എങ്ങനെ തിരുത്താൻ കഴിയും? അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. SSLC പ്രകാരം ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, SSLC പ്രകാരമുള്ള ജനനത്തീയതിയാണ് പാസ്പോർട്ടിലുള്ളതെങ്കിൽ അയാൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് തിരുത്തിയെടുക്കാവുന്നതാണ്. അതിന് യാതൊരു തടസ്സങ്ങളും ഇപ്പോഴില്ല. പൊതുവെ ഒരു റൂമറുണ്ട് 5 വർഷം കഴിഞ്ഞാൽ അത് പറ്റില്ല എന്നുള്ളത്. അതൊക്കെ തെറ്റാണ്. എത്ര വർഷം കഴിഞ്ഞാൽ പോലും അത് തിരുത്തിയെടുക്കാം. അതിനുള്ള നടപടിക്രമങ്ങളൊന്ന് പറയാമോ? അത് ഓൺലൈനാണോ അപേക്ഷിക്കുന്നത്? അത് ഓൺലൈൻ അപേക്ഷിച്ചതിന് ശേഷം ആദ്യം പാസ്പോർട്ട് ഓഫീസറെ കാണണം. അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടിയതിന് ശേഷം അദ്ദേഹം സെലക്ട് ചെയ്ത പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ സമീപിക്കണം. തുളസി എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ചെന്നൈയിലാണ്.
അവർക്ക് എല്ലാ ID പ്രൂഫും കേരള അഡ്രസ്സിലാണുള്ളത്. അവിടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്തു ആൻഡ് ക്ലോസ് ദ ആപ്ലിക്കേഷൻ ടോൾ മീ ടു അപ്ലൈ ദ പാസ്പോർട്ട് ഫ്രം ചെന്നൈ. നൗ ഹൗ ക്യാൻ ഐ അപ്ലൈ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി തമിഴ്നാട് ID പ്രൂഫ്. ID പ്രൂഫ് ഒരു വലിയ കാര്യമല്ല. കാരണം പാസ്പോർട്ടിന് ഈവൻ ഒരു ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വാട്ടർ ബിൽ അല്ലെങ്കിൽ ഈവൻ പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ബില്ലൊക്കെ മതി. അപ്പം അത് ഏതെങ്കിലും ഒരു ID പ്രൂഫ് അദ്ദേഹം ചെന്നൈയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവിടെ അപ്ലൈ ചെയ്യണം. മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, ഇൻ മൈ ബർത്ത് സർട്ടിഫിക്കറ്റ് ദർ ഇസ് നോ ഇനീഷ്യൽ ആൻഡ് ഫാദേഴ്സ് നെയിം ഇസ് ഡിഫറെന്റ്. സോ വാട്ട് ഇസ് ദ പ്രൊസീജിയർ ടു ഫോളോ ദ ഇനിഷ്യല് ഡിഫറെന്റ് ആണെന്നുള്ളത് ഒരു ഇഷ്യൂ അല്ല. അവിടെ ഫാദറിന്റെ നെയിം ഡിഫറെന്റ് ആണെങ്കിൽ അത് ഫാദറിന്റെ പാസ്പോർട്ട് ഹാജരാക്കിയാൽ മതി യഥാർത്ഥ നെയിമിനോട്. ഈ എന്തെങ്കിലും പ്രശ്നമുള്ള പാസ്പോർട്ടുകൾ വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് സജി രാമകൃഷ്ണൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടും അത് പ്രശ്നമുള്ളത്. അത് ഞങ്ങൾ ആ വിവരം കൺസേൺ എല്ലാ പോർട്സിനെ അറിയിച്ചിരിക്കും. പാസ്പോർട്ടിലെ ഒപ്പ് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും റീ ഇഷ്യൂവിന് അപ്ലൈ ചെയ്താൽ മതി. ബൈജു ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, ഞാൻ ബിസിനസ് സംബന്ധമായി കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ പാസ്പോർട്ട് വാലിഡിറ്റി ഉണ്ട്, എന്നാൽ എമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്യാൻ സ്ഥലമില്ല. എന്താണ് ഇതിന് പരിഹാരം? റീ ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ എമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാറില്ല. പുതിയ ബുക്ക്ലെറ്റിന് വേണ്ടി അയാൾ അപ്ലൈ ചെയ്യണം. അത് എമിഗ്രേഷൻ ക്ലിയറൻസിനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പിന്നെ ബേസിൽ ചോദിക്കുന്നു, പാസ്പോർട്ട് കാണാതായി, ഇനി അതിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ബുക്ക്ലെറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഒരു പുതിയ ബുക്ക്ലെറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അല്ല, ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് ഒരു FIR ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. FIRന്റെ കോപ്പിയും അതോടൊപ്പം ഒരു സത്യവാങ്മൂലം അനക്ഷർ L എന്ന് പറയും, L ഫോർ ലോസ്റ്റ്, അത് രണ്ടും കൂടെ സമർപ്പിച്ചാൽ മതി. പോലീസ് വെരിഫിക്കേഷന് ശേഷം പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു കൊടുക്കും. ഈ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ ആളുകൾക്ക് ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിലേ ആണ്. പ്രൊസീജിയേഴ്സിൽ ഡിലേ ഉണ്ടാകുന്നു. ഈവൻ ഈ ഓഫീസിൽ എത്തിയാൽ പോലും ഓൺലൈനാണ് അപേക്ഷകൾ എങ്കിൽ പോലും പിന്നീട് ഇവിടെ എത്തി ഉള്ള ഒരു ലോങ് പ്രൊസീജിയർ അല്ല. അത് എനിക്ക് തോന്നുന്നില്ല കൊച്ചിൻ ഓഫീസിനെ പറ്റി അത് ശരിയാണെന്ന്. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓഫീസ് കൊച്ചിയാണ്. തൽക്കാൽ പാസ്പോർട്ടുകളെല്ലാം സെയിം ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിലേ കൊച്ചിൻ ഓഫീസിന് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നളൻ പരുമല എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, സാർ എൻ്റെ പേരിൽ 120/2012 എന്ന പേരിൽ ഒരു കേസ് ഉണ്ട് എന്ന് കാണിച്ച് പോലീസ് പാസ്പോർട്ട് ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കോടതിയിൽ ഈ നമ്പറിൽ കോഡ് ഇങ്ങനെ ഒരു കേസ് ഇല്ല. ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ആ സിമ്പിൾ അത്രയേ ഉള്ളൂ. ആ സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ECNR സീൽ ചെയ്യുന്നതിന് ഇപ്പോൾ ഉള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് സജ്ന ചോദിക്കുന്നത്. സീൽ ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉള്ള ഒരു പാസ്പോർട്ട് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. പ്രൊവൈഡഡ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനുള്ള യോഗ്യത അവർക്ക് ഉണ്ടായിരിക്കണം. ഇമിഗ്രേഷൻ ക്ലിയറൻസിനുള്ള യോഗ്യതകൾ: 1 SLC പാസ്സായിരിക്കണം. 2 ഈ പറയുന്ന ആപ്ലിക്കന്റ് 3 വർഷമെങ്കിലും പുറത്ത് ജോലി ചെയ്തിരിക്കണം. 3 റെഗുലറായിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളായിരിക്കണം. 4 ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കണം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അഖിലിന്റെ സംശയം ഇതാണ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ പാസ്പോർട്ട് എടുക്കാം? സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പഠിച്ചിട്ടായിരിക്കണം. 10th ഇല്ലെങ്കിൽ അയാൾ ഏത് ക്ലാസ് വരെ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ച സ്കൂളിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്ററിന്റെ ഒരു കോപ്പി കൊണ്ടുവന്നാൽ മതി. യാതൊരു വിധത്തിലുള്ള വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർ യൂഷ്വലി അത് കേരളത്തിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത് പ്രധാനമായിട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയാണ്. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫായിട്ടാണ് അത്. അതായത് 89-ന് മുമ്പ് ജനിച്ചവർ, അങ്ങനെയുള്ളവർ പഠിച്ചിട്ടില്ലെങ്കിൽ അനക്ഷർ A, അതായത് ഒരു സത്യവാങ്മൂലമാണ്, അതിൽ ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് തന്നാൽ മതി. നേരത്തെ ഡൽഹി ഹൈക്കോടതി ഒരു വിധി ഉണ്ടായിരുന്നു, അതായത് പാസ്പോർട്ടിൽ അച്ഛന്റെ പേര് നിർബന്ധമല്ല. ഒരാള് ചാലഞ്ച് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ പേരുകൾ നിർബന്ധമായിട്ടും വേണം? ഡൽഹി ഹൈക്കോടതിന്റെ വിധിയെ പറ്റി ആപ്ലിക്കൻസ് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തു. ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റ് ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് വരെ നിലവിലുള്ള സ്ഥിതി തുടരാനാണ്. അപ്പം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. 2 ആവശ്യമുള്ളത് അത് പേരൻസിന്റെ പേരും സ്വന്തം പേരും ഓഫ് കോഴ്സ്, പിന്നെ അഡ്രസ്, ഇത്രയേ ഉള്ളൂ. ഈ വിദേശത്ത് ഒരുപാട് ആളുകൾക്ക് പാസ്പോർട്ട് മിസ്സായി പോകുന്നുണ്ട്. ചിലരുടെ പാസ്പോർട്ട് തൊഴിൽ അധിപന്മാർ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യൻ എംബസിയെ സമീപിക്കുക. അവരൊരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നാട്ടിലെത്തിയതിനു ശേഷം അവർക്ക് പാസ്പോർട്ട് ഓഫീസിനെ സമീപിച്ച് പാസ്പോർട്ട് പുതുക്കിയെടുക്കാവുന്നതാണ്. ഈ എമർജൻസി പാസ്പോർട്ടിന് ഏതാണ്ട് എത്ര സമയം എടുക്കുമായിരിക്കും? എമർജൻസി സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യും. അതിനുശേഷം എമർജൻസി സർട്ടിഫിക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ
നമ്മളെ അപ്രോച്ച് ചെയ്യും, നമ്മൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ആകെ വരുന്ന ഒരു ഡിലേ എന്നുള്ളത് പോലീസ് വെരിഫിക്കേഷൻ എത്രമാത്രം ടൈം എടുക്കുന്നു അത്രയേ ഉള്ളൂ. വിശാൽ ചോദിക്കുന്നത്, പാസ്പോർട്ട് എടുക്കുമ്പോൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുക എന്നുള്ളതാണ്, അതിന് SSLC മതി. ഓക്കെ. അക്ഷയ് ചോദിക്കുന്നു, മൈ ഫാദർ ഈസ് സ്റ്റേയിങ് എബ്രോഡ്, ഹൗ ടു ഗെറ്റ് പാസ്പോർട്ട് ഫോർ എ മൈനർ ചൈൽഡ്? അത് നേരത്തെ ഞാൻ ആൻസർ പറഞ്ഞതാണ്. അപ്പം ഫാദർ ഗൾഫിലോ അല്ലെങ്കിൽ എബ്രോഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെന്റ് ആവശ്യമുണ്ട്. ആ കൺസെന്റ് ഇന്ത്യൻ എംബസി, നിയറസ്റ്റ് ഇന്ത്യൻ എംബസിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഈ ബിബിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് 6 വർഷം കഴിഞ്ഞു, എൻ്റെ പഴയ ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്, ഇവിടെ അതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്? റീഇഷ്യൂന് അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് കംപ്ലീറ്റ്ലി റീഇഷ്യൂ ചെയ്യണം. ഓക്കെ. സുജാത ചോദിക്കുന്നു, എന്റെ മദറിന്റെ പാസ്പോർട്ട് 2010 എക്സ്പയർ ആയി, അത് ഇനി റിന്യൂ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതൊരു പുതിയ പാസ്പോർട്ടിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും. മോൻസി എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, എൻ്റെ പാസ്പോർട്ട് റിജക്റ്റഡ് ആയി, പെർമനന്റ് അഡ്രസ്സിൽ ആള് താമസമില്ലായിരുന്നു, ആയതിനാൽ റിജക്റ്റഡ് ആയി, ഇനി എനിക്ക് ഇങ്ങനെ റീഅപ്ലൈ ചെയ്യാൻ പറ്റുമോ? മോൻസി ചെയ്ത ഒരു പ്രശ്നം ഞങ്ങൾ ദിവസേന അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം പൊതുവെ മിക്കവാറും ആപ്ലിക്കൻസിന്റെ നിലവിലുള്ള താമസ സ്ഥലം, അതായത് പ്രസന്റ് അഡ്രസ്സ് എന്ന് പറയും, അതും പെർമനന്റ് അഡ്രസ്സും രണ്ടായിരിക്കും. പക്ഷെ അവരുടെ ID പ്രൂഫ്സ് എല്ലാം പെർമനന്റ് അഡ്രസ്സിലായിരിക്കും. അപ്പോൾ ആളുകൾ പ്രസന്റ് അഡ്രസ്സിൽ ID പ്രൂഫ് ഇല്ലെങ്കിൽ അവർ പെർമനന്റ് അഡ്രസ്സിൽ അപ്ലൈ ചെയ്യും. അത് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അഡ്വേഴ്സ് ആവും, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യേണ്ടി വരും. അവർ ചെയ്യേണ്ടത് പ്രസന്റ് അഡ്രസ്സിൽ നിന്ന് മാത്രം അപ്ലൈ ചെയ്യുക. അവിടെ ID പ്രൂഫ് ഇല്ലെങ്കിൽ അവിടെ ഒരു ID പ്രൂഫ് ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും നിസ്സാരമാണ്. ഉദാഹരണം, ഒരു ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ബില്ലോ എന്തെങ്കിലുമൊക്കെ മതി. നമ്മൾ മുമ്പേ നളന് കൊടുത്തൊരു ഉത്തരത്തിന്റെ ബാക്കി, അതായത് കോടതിയിൽ കേസ് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി സാർ പറഞ്ഞല്ലോ. ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നത്, ഞാൻ വക്കീലന്മാരോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേരിൽ കേസില്ല, പിന്നെ എങ്ങനെ കേസിന്റെ കോപ്പി വാങ്ങിത്തരും എന്നാണ് തിരുവല്ലയിലെ വക്കീൽ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ അയാൾ പാസ്പോർട്ട് ഇപ്പോഴും പാസ്പോർട്ട് അപ്ലൈ ചെയ്ത റിപ്പോർട്ട് അഡ്വേഴ്സ് ആണ് പോലീസ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു റിക്വസ്റ്റ് പാസ്പോർട്ട് ഓഫീസർ കൊടുത്താൽ മതി. ഒരു വെരിഫിക്കേഷൻ കൂടി ഇനിഷ്യേറ്റ് ചെയ്യും. വീണ്ടും അഡ്വേഴ്സ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. മുമ്പേ പറഞ്ഞല്ലോ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം, 10th ഇല്ലാത്ത ആളുകൾക്ക്. അപ്പം ഈ ഒരാൾ അതിനോട് കണക്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, കേരളത്തിന് പുറത്ത് പഠിച്ച ആളിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പോൾ എന്താ ചെയ്യുക? സ്കൂൾ പഠിച്ചിട്ടേ ഇല്ലെങ്കിൽ അനക്ഷർ A മതി. അത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫായിട്ട്. പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച സ്കൂളിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്ററിന്റെ ഒരു കോപ്പി ഹാജരാക്കണം. രതീഷ് ചോദിക്കുന്നു, സാർ 1990 ശേഷം പാസ്പോർട്ട് എടുക്കുന്നവർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ? 89 ശേഷം ജനിച്ചവർക്ക്. 89 എക്സാക്ട്ലി ജനുവരി 26, 89. ഓക്കെ. ഈ കുഞ്ഞു പിള്ളേരുടെ പാസ്പോർട്ടിൽ നെയിം ചേഞ്ചസ് പറ്റുമോ? അത് സാധാരണ ആൾക്കാർക്കുള്ള? തീർച്ചയായിട്ടും സാധിക്കും. ഒരു പ്രൂഫ് കൊണ്ടുവരിക. ഉദാഹരണം, ജനന സർട്ടിഫിക്കറ്റ് മതി. മുമ്പ് മറ്റ് സ്റ്റേറ്റുകളിൽ പഠിച്ചവരുടെ കാര്യം പറഞ്ഞല്ലോ, അഡ്മിഷൻ രജിസ്റ്ററിന്റെ കോപ്പി മതി. സാധാരണ ഈ അഡ്മിഷൻ രജിസ്റ്ററിന്റെ കോപ്പി മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നു, തമിഴ്നാട്ടിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ആരെങ്കിലും, അതായത് ഹെഡ് മാസ്റ്റർ തന്നെ കൊടുത്താൽ മതിയോ, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥൻ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരൊരു രജിസ്റ്റർ എടുത്തിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്യണം. വെറുതെ ഒരു ഷീറ്റിന്റെ കോപ്പി പോരാ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. സ്കൂളിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്താൽ. സാധാരണ നമ്മൾ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്കൂൾ കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകുമ്പോൾ ഡയറക്ടർ തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന? വേണ്ട, അതൊന്നുമില്ല. പഠിച്ച സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും അതിന്റെ ഇൻചാർജ് ആയിരിക്കുന്ന മതി. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് 2 പാസ്പോർട്ട്, പുതുക്കിയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ടും നോക്കിയ, അപ്പം അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് 2 പാസ്പോർട്ടും കൈ കരുതേണ്ടതുണ്ടോ? അത് വിസ, വാലിഡ് വിസ പഴയ പാസ്പോർട്ടിലാണെങ്കിൽ കൈവശം കരുതേണ്ടതുണ്ട്. തൽക്കാൽ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി എത്ര കാലം? തൽക്കാൽ പാസ്പോർട്ട് എന്നൊരു പാസ്പോർട്ട് ഇല്ല. പാസ്പോർട്ട് ഒന്നേ ഉള്ളൂ. അത് തൽക്കാൽ സ്കീമിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് എക്സ്ട്രാ ആയിട്ട് 2000 പേ ചെയ്തെടുക്കുന്നതാണ്. 10 ഇയർ ആണ് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി. സിനോജ് ചോദിക്കുന്നു, പാസ്പോർട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിന് പുറത്താണെങ്കിൽ ആ ബന്ധപ്പെട്ട RPOയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിനോജ് മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എവിടാണോ ഇപ്പോൾ താമസിക്കുന്നത് ആ ജൂറിസ്ഡിക്ഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഷീജ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു, എൻ്റെ അച്ഛൻ നേരത്തെ ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ മുസ്ലിമാണ്. ഹിന്ദു ആയിരുന്നാൽ പോലും ഉള്ള നെയിമാണ് എൻ്റെ പാസ്പോർട്ടിലുള്ളത്. മുസ്ലിം ആയപ്പോൾ നെയിം മാറി, ആ നെയിം എൻ്റെ പാസ്പോർട്ടിൽ ആക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. അത് സീന എന്നാണ് ആപ്ലിക്കന്റെ പേര്, ഷീജ.
ഷീജ മേജറായിട്ട്, അതായത് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷീജയുടെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കും. ഇനി മൈനർ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പുതിയ പേരിലുള്ള 2 അഡ്രസ് പ്രൂഫ് ഹാജരാക്കണം. ഐഡി പ്രൂഫ്. സൂര്യ വിജയ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നത്, സർ ഐ ഹവ് ലോസ്റ്റ് മൈ സൺസ് പാസ്പോർട്ട് 5 years ബാക്ക് ഹു ഈസ് 30 years old now. Do we have to provide old passport number while applying for a new passport? I don't remember my son's old passport number which is lost. What all documents are needed to take a new passport and how long will it take? ഞാൻ പറഞ്ഞില്ല, അത് ഒന്ന് വേണ്ടത് FIR ആണ്. FIR രജിസ്റ്റർ ചെയ്തിരിക്കണം പാസ്പോർട്ട് ലോസ്റ്റ് ആയതിനെ സംബന്ധിച്ച്. 2 അനക്ഷറൽ ഒരു സത്യവാങ്മൂലമാണ്, അത് ഹാജരാക്കണം. പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസറെ സമീപിക്കുക. ഇവർ പറയുന്നത് പാസ്പോർട്ട് നമ്പർ ഇവർക്ക് ഓർമ്മയില്ല എന്നാണ്. നമ്പർ ഇല്ലെങ്കിൽ അത് പാസ്പോർട്ട് ഓഫീസിൽ വന്നാൽ മതി, നമ്മളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കും. സെർച്ച് ചെയ്തിട്ട് പ്രൊസീജിയർ ഇവിടെ ഉണ്ട് അല്ലേ? മൃദുല എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നത്, ഹലോ സർ, ഐ എം എ ഗവൺമെന്റ് എംപ്ലോയി and I have company ID certificate as well to apply for passport. With this, rather than SSLC book, what are the other important document I have to submit as proof for getting passport? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ഒന്നുകിൽ ഗവൺമെന്റ് NOC വേണം. ഇനി NOC കിട്ടിയില്ലെങ്കിൽ ഒരു പ്രയർ ഇന്റിമേഷൻ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഐ ആം അപ്ലൈയിങ് ഫോർ പാസ്പോർട്ട്, ദിസ് ഫോർ ഇൻഫർമേഷൻ എന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഗവൺമെന്റ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ ഇപ്പോൾ ആവശ്യമില്ല. ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് എത്ര നാൾ കാലാവധി ഉണ്ടാകും അപ്പോയിന്റ്മെന്റ് എടുക്കാം? ശ്യാംലാൽ ചോദിച്ചു. 1 വർഷം വരെ കാലാവധിയുണ്ട്. 1 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കണം. 1 വർഷം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ക്ലോസ്. സാധാരണയായി തൽക്കാൽ പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ കൂടാതെയാണല്ലോ അനുവദിക്കുക. അതെ, കൂടാതെ എന്ന് പറയാൻ പറ്റില്ല. പാസ്പോർട്ട് ആദ്യം ഇഷ്യൂ ചെയ്യും, വെരിഫിക്കേഷൻ അതിനുശേഷം. അതെ അതെ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തൽക്കാൽ പാസ്പോർട്ട് കിട്ടിയ ഒരാൾ അയാളുടെ പിന്നീട് പോലീസ് വെരിഫിക്കേഷൻ വരുമ്പോൾ അത് എഗെയിൻസ്റ്റ് ആണെങ്കിൽ, അഡ്വേഴ്സ് ആണെങ്കിൽ എന്താണ് അതിനുള്ള നടപടിക്രമം? അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി ഒരു ഷോക്കോസ് അയക്കും. അയാൾ എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ നമുക്ക് ആ പാസ്പോർട്ട് ഇമ്പോണ്ട് ചെയ്യേണ്ടി വരും. ഇമ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോർട്ടലും അയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അയാൾ വിദേശത്താണെങ്കിൽ എന്ത് നടപടിക്രമങ്ങൾ അതായത് എംബസിയിൽ ചെയ്താൽ മതി? അതായത് പിന്നെ ഒരു പാസ്പോർട്ട് സർവീസും അയാൾക്ക് ലഭ്യമായിരിക്കില്ല. അത് അല്ല, ഇത് അഡ്വേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ഈ വ്യക്തി വിദേശത്താണെങ്കിൽ വിദേശത്തുള്ള അത് ഇന്ത്യൻ എംബസിയെ സമീപിച്ചാൽ മതിയോ ഇത് റിപ്പോർട്ട്? അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അഡ്വേഴ്സ് എല്ലാ റിപ്പോർട്ടും അത് സാരമുള്ളതായിരിക്കണമെന്നില്ല. കുറേയേറെ റിപ്പോർട്ട്സുകൾ നമുക്ക് ഓവർ റൈഡ് ചെയ്ത് വിടാവുന്നതാണ്. നമുക്ക് ഓവർ റൈഡ് ചെയ്ത് വിടാൻ പറ്റാത്തത് പ്രധാനമായിട്ടും ക്രിമിനൽ കേസുള്ളവരാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പാസ്പോർട്ട് അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇമ്പോണ്ട് ചെയ്യേണ്ടി വരും. നാട്ടിൽ പാസ്പോർട്ട് ഓഫീസുകൾ നൽകുന്ന സേവനം പുറത്ത് ഇന്ത്യൻ എംബസി നൽകുന്നുണ്ട്, അവരെ അപ്രോച്ച് ചെയ്താണ്. ഒരു നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മാരീഡ് ആയിരുന്നില്ല, അതിനുശേഷം മാരീഡായി. അപ്പം ഈ പാസ്പോർട്ട് എടുക്കുന്ന സമയം ഞാൻ മാരീഡ് അല്ല, പക്ഷെ അതിനുശേഷം മാരീഡ് ആയാൽ ഈ പാസ്പോർട്ടിൽ സ്പൗസ് നെയിം ചേർക്കണം. അപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഏജന്റുമാരെന്താണെങ്കിലും പാസ്പോർട്ട് ഓഫീസിന് ചുറ്റും കറങ്ങുന്നുണ്ടാവും. സാറിൻ്റെ അടുത്ത് നേരിട്ട് വന്നാൽ ഒരൊപ്പിൽ തീർന്ന കാര്യമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏജന്റുമാരാൽ പലരും കബളിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് പൈസ നഷ്ടമാകുന്നു, പറ്റിക്കപ്പെടുന്നുണ്ട്. ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗവൺമെന്റ് പ്രൊസീജിയറോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എഫോർട്ട്? ടാക്കിൾ ചെയ്യാൻ പാസ്പോർട്ട് ഓഫീസർക്ക് ഒരു എക്സിക്യൂട്ടീവ് ഏജൻസി ഒന്നുമില്ല, പോലീസുമില്ല. നമുക്ക് പോലീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മറിച്ച് ഒരു പാസ്പോർട്ട് ഓഫീസർ എന്ന നിലയിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. കാരണം ഏജൻസ് ഇപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നെങ്കിൽ അതിനർത്ഥം എൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾക്ക് നേരിട്ട് എന്നെ സമീപിച്ചുകൂടാ, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ സമീപിച്ചുകൂടാ? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കൻസിന് ഫ്രീ ആക്സസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്ത് സഹായം ചെയ്തു കൊടുക്കും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു മുറിവൈദ്യനെ നിങ്ങൾ എന്തിനു സമീപിക്കുന്നതെന്ന്. കാരണം ഒരു ഡോക്ടർ ഉള്ളപ്പോൾ നമ്മൾ ഡോക്ടറെയാണ് സമീപിക്കുക. തീർച്ചയായിട്ടും പാസ്പോർട്ട് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും എന്താവശ്യത്തിനും പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഈ സ്പോർട്സിന്റെ പേര് ചേർക്കുന്ന കാര്യം സംസാരിച്ചല്ലോ. നമ്മൾ സാധാരണ ഇതിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് അതിന് ഒരു പ്രൂഫായിട്ട് എടുക്കുന്നത്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ആരെല്ലാം നൽകുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്? മാരേജ് സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടും 2008 മാർച്ച് 1 മുതൽ കേരളത്തിൽ രജിസ്ട്രേഷൻ കമ്പൾസറി ആക്കി. അപ്പം മാരീഡ് ആവുന്നവർ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ സ്പെസിഫൈഡ് ഡേയ്സ് അവർ ലോക്കൽ ബോഡീസിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ കൺസേൺ ലോക്കൽ ബോഡി ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഒന്ന്, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതി. മുൻപ് സാധാരണഗതിയിൽ സമുദായങ്ങൾ നമ്മൾ സ്വീകരിക്കും. പക്ഷെ അത് ഈ രജിസ്ട്രേഷൻ കമ്പൾസറി ആക്കുന്നതിന് മുമ്പ് മാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതിനുശേഷമുള്ളവർ മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ ലോക്കൽ ബോഡീസ് ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ മാരേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മാരേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ്, പഞ്ചായത്തോ മുനിസിപ്പൽ അധികാരികളോ, അതെ, ലോക്കൽ ഗവൺമെന്റ്, അതെ അതെ.
ജിതൻ എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുന്നു. ജിതൻ ഇന്ത്യൻ എംബസി ഇല്ലാത്ത ഒരു രാജ്യത്താണെന്നാണ് പറയുന്നത്. പക്ഷേ ഏത് രാജ്യമെന്ന് എനിക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. ആ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാൽ എന്താ ചെയ്യുക? അത് ആ രാജ്യത്തിന്റെ ചാർജുള്ള ഇന്ത്യൻ എംബസി സമീപ പ്രദേശങ്ങളിൽ കാണും. ആ എംബസിയിൽ അപ്രോച്ച് ചെയ്യും. സനൽകുമാർ ചോദിക്കുന്നു, റായ്പൂർ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടിൽ സ്പൗസ് നെയിം ചേർക്കാൻ കൊച്ചി പാസ്പോർട്ട് ഓഫീസിൽ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ റീജിയനിലായിരിക്കണം താമസം. ഈ ലൊക്കാലിറ്റി താമസിക്കുന്ന ആളുകളായിരിക്കും. ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റീജിയനിലുള്ളത് ആലപ്പുഴ ജില്ല മുതൽ പാലക്കാട് ജില്ല വരെ, അതോടൊപ്പം ലക്ഷദ്വീപുമാണ്. ഇത്രയും 6 ജില്ലകളിൽ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെ ചെയ്യും. സർ, ശാലിനി വിജയൻ ചോദിക്കുന്നു, നൗ വി ആർ ഇൻ എ റെന്റഡ് ഹൗസ്, ഓൾ ഐ ഡി കാർഡ്സ് ആർ ഇൻ അവർ ഓൺ ഹൗസ് അഡ്രസ്, വാട്ട് ടു ഡു ഫോർ ദ ആപ്ലിക്കേഷൻ? ആ റെന്റഡ് ഹൗസിൽ ഒരു ID പ്രൂഫ് ഉണ്ടാക്കി എടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു പാസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ മതി, ബാങ്ക് പാസ്ബുക്ക്. ജനന സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണോ പാസ്പോർട്ടിന്? എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, എന്തൊക്കെയോ പ്രോബ്ലംസ്. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആനി. 89 ജനുവരി 26 ശേഷമാണ് അനി ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു വഴിയില്ല. കൺസേൺഡ് ലോക്കൽ ബോഡിയെ സമീപിച്ച് ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക. ജനന സർട്ടിഫിക്കറ്റിൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, പക്ഷെ ബാക്കി എല്ലാ രേഖകളിലും മറ്റൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇതിന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് അതൊരു തടസ്സമേ അല്ല. പാസ്പോർട്ടിൽ വരുന്ന ജനന തീയതി അത് ബർത്ത് സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമുള്ളതാക്കിയതായിരിക്കും. റിഷാദ് ചോദിക്കുന്നു, പൊതുവെ ജനന സർട്ടിഫിക്കറ്റിലെ പിശകുകൾ തിരുത്തിയാലേ അത് പാസ്പോർട്ട് എടുക്കാൻ ഉപകരിക്കൂ എന്നുള്ളത് തിരുത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു വിമുഖത കാണിക്കുന്നു. ഇതിന് പാസ്പോർട്ട് ഓഫീസിൽ നേരിട്ട് വന്നാൽ പരിഹാരം ഉണ്ടാകുമോ? ഒരു ചെറിയ തിരുത്തുകൾ, അതായത് മൈനർ കറക്ഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു നെയിം അൾട്ടിമേറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നെയിം ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള അധികാരം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. ഇഷ്യൂ ചെയ്യുന്ന ജനന സർട്ടിഫിക്കറ്റിൽ ഈ പേരിന് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലോ? ചെറിയ മൈനർ കറക്ഷൻ നെയിം ആണെങ്കിൽ അത് തിരുത്തി കൊടുക്കാനുള്ള അധികാരം പാസ്പോർട്ട് ഓഫീസർക്കുണ്ട്. അത് മറ്റുള്ള ഡോക്യുമെന്റ് ബേസിൽ ചെയ്തു കൊടുക്കാം. മറിച്ച് പേര് എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. സാധാരണ ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കുമ്പോൾ, ലോക്കൽ ബോഡിയിൽ നിന്ന് അനുവദിക്കുമ്പോൾ പലപ്പോഴും പേര് ചേർക്കാതെ ആയിരിക്കും അനുവദിച്ച് കിട്ടുക. പേര് പിന്നീട് ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ പേര് ചേർത്തിട്ടില്ല, പക്ഷെ സ്കൂളിന്റെ അഡ്മിഷൻ രജിസ്റ്ററിൽ പേരുണ്ട്. അത് സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മതി. സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പേരില്ലെങ്കിലും അതെ, അതിപ്പം റീസെന്റ് ഇഷ്യൂ ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഞങ്ങൾ അവരോട് റിവൈസ് ചെയ്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെടും. മറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റിന്റെ ബേസിസിൽ, അതോടെ സ്കൂൾ ID കാർഡിന്റെ ഒക്കെ ബേസിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. നമ്മുടെ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ചില സമയത്തെങ്കിലും ഉയർന്നു കേൾക്കാറുണ്ട്. പോലീസുകാർ അവിടെ പോകുന്നു, മിക്കപ്പോഴും പോവാറില്ല, വിളിച്ചു ചോദിക്കലൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ പോലീസ് വെരിഫിക്കേഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അല്ല, പോലീസ് വെരിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നറിയണം, ഇന്ത്യൻ പൗരനാണോ എന്നറിയണം. 2, അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകളൊന്നും നിലവിലില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങൾക്ക് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആവശ്യമുണ്ട്. വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് പ്രധാനമായിട്ടും അഡ്രസ് വെരിഫിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഒരാള് സനിൽ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, പാസ്പോർട്ട് പുതുക്കാൻ കൊടുത്തപ്പോൾ സ്പൗസിന്റെ പേര് ആഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ കൊടുത്തു. ബട്ട് ദേ റിഫ്യൂസ്ഡ് ടു ആഡ് her date of birth is different in date of birth certificate, but she have one passport. What can I do for that? സ്പൗസിന്റെ പേര് വ്യത്യാസം ഉണ്ടെന്നായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിലും പേരിലും വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സ്പൗസിന്റെ പേര് 2 ഡോക്യുമെന്റിൽ 2 ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ റൂളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഞങ്ങളൊരു 1 and same സർട്ടിഫിക്കറ്റ് കൺസേൺഡ് തഹസിൽദാരുടെ കയ്യിൽ നിന്ന് 1 and same സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് കൊച്ചിൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ള ഓഫീസുകളുടെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അത് ആപ്ലിക്കൻസിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അത് കൊണ്ടുവന്നാൽ മതി. ഈ പാസ്പോർട്ട് എവിടെ വേണമെങ്കിലും റിന്യൂവിന് കൊടുക്കാവോ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ആൾക്കാർ ചോദിക്കുന്നു. എവിടെ വേണമെങ്കിലും വരില്ല. അവരെവിടെ താമസിക്കുന്നു ആ റീജിയനിലുള്ള പാസ്പോർട്ട് ഓഫീസർക്ക് മാത്രമേ അത് തിരിച്ചു കൊടുക്കും, റീഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ സാധിക്കൂ. ഹാൻഡ് റിട്ടൺ പാസ്പോർട്ട് ഇപ്പോഴും വാലിഡിറ്റി ഉള്ള ഒരു ഹാൻഡ് റിട്ടൺ പാസ്പോർട്ട് ആണെങ്കിൽ അത് ഇപ്പോൾ ഹാൻഡ് റിട്ടൺ പാസ്പോർട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഹാൻഡ് റിട്ടൺ പാസ്പോർട്ട് കൈവശം കരുതുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റീഇഷ്യൂ ചെയ്തെടുക്കണം. വന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ന്യൂബോൺ ബേബിയുടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവർ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത്? ന്യൂബോൺ ബേബിക്ക്
പേരൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം മതി. ബേബിക്ക് വേണ്ടത് കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം മതി. ബാക്കിയെല്ലാം പേരൻസിൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. സർ, ഗവൺമെന്റ് എംപ്ലോയീസിന് NOC മസ്റ്റ് ആണോ എന്ന് മസ്റ്റ് അല്ല, പ്രയർ ഇന്റിമേഷൻ മതി. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ മതി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. അതൊരു ഫോമാറ്റ് ഉണ്ട്, അനക്ഷർ N എന്ന് പറയും. N. ഈ പാസ്പോർട്ടുകൾ കീറിപ്പോവുക, ഫസ്റ്റ് പേജ് കീറിപ്പോവുക, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതിന് പാസ്പോർട്ട് റിന്യൂ ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും അത് പാസ്പോർട്ട് ഡാമേജ് ആയെങ്കിൽ പിന്നെ അത് എമിഗ്രേഷൻ അലൗ ചെയ്യില്ല. ചെയ്യേണ്ടത് റീഇഷ്യൂ ചെയ്തെടുക്കുകയാണ്. വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടാണ് ഡാമേജ് ആയെങ്കിൽ പെനാൽറ്റി പ്രത്യേകം റിമിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമാണ് അഖില് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ വെരിഫിക്കേഷൻ വരുന്ന പോലീസുകാരൻ കൈമുടക്കം മേടിക്കുന്നു. അത് നിങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസിന് നേരിട്ട് ഇത് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അല്ല, പാസ്പോർട്ട് ഞാൻ പറയില്ലേ, പാസ്പോർട്ട് ഓഫീസ് കൊച്ചിൻ പാസ്പോർട്ട് ഓഫീസ് വർഷം 4 ലക്ഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പാസ്പോർട്ട് ഓഫീസ് കൂടാതെ 5 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുണ്ട്. അതായത് ഒരു ദിവസം ഞങ്ങൾ 6 ഓഫീസാണ് വർക്ക് ചെയ്യുന്നത്. ആകെ ഞങ്ങൾക്ക് 70 സ്റ്റാഫേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ ഈ 4 ലക്ഷം ആളുകളുടെ അടുക്ക പോയി വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. 2, അയാൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അതിൻ്റെ അന്തസ്സത്ത, അതായത് കൈമടക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ. പാസ്പോർട്ട് എന്നുള്ളത് നിങ്ങളുടെ മൗലികാവകാശമാണ്. അത് ആർക്കും, ഈവൻ പാസ്പോർട്ട് ഓഫീസർ ഉൾപ്പെടെ ആർക്കും അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് സമീപിക്കാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ട്വിറ്റർ ഹാൻഡിൽ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. അനിൽ ചോദിക്കുന്നത്, സാർ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു, അവിടെ വെച്ച് വിസ ക്യാൻസലായി, ഔട്ട് പാസിലാണ് നാട്ടിലെത്തിയത്. ഇപ്പോൾ പാസ്പോർട്ടിൽ എനിക്ക് ഇനി പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ട് കൊടുക്കും. പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം. സർ, നേരത്തെ ഇന്ത്യൻ എംബസി അടുത്ത കൺട്രിയിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്ന അദ്ദേഹം ചോദിക്കുകയാണ്, പുള്ളി ഐ ലോസ്റ്റ് മൈ പാസ്പോർട്ട് ഇൻ എ കൺട്രി വെയർ ദർ ഇസ് നോ ഇന്ത്യൻ എംബസി ആൻഡ് വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ വാണ്ട് ടു ട്രാവൽ ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി? നിയറസ്റ്റ് അയൽ രാജ്യങ്ങളിലെ ആ രാജ്യത്തിന്റെ ചാർജുള്ള ഒരു എംബസി അയൽ രാജ്യങ്ങളിൽ കാണും. ആ എംബസി അപ്രോച്ച് ചെയ്യുക. അവരൊരു എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ പാസ്പോർട്ട് പുതുക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ പാസ്പോർട്ടിന്റെ പേജസും കവറും ഒക്കെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. ഡിസൈനിൽ പോരായ്മ ഉണ്ടെന്നാണ് അൻസൽ എന്ന് പറഞ്ഞ ഒരാൾ പരാതി. തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. അത് പെട്ടെന്ന് തന്നെ അവർ മാറ്റിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സ്റ്റുഡൻസിന് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ് വെച്ചിട്ട് പാസ്പോർട്ട് എടുക്കാൻ സാധിക്കും? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ് അല്ല, അവരെവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന അവരൊരു റെസിഡൻഷ്യൽ അഡ്രസ്സിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഉദാഹരണമായിട്ട് ഇപ്പം മംഗലാപുരത്ത് പഠിക്കുന്നു, അവരെവിടാണ് സ്റ്റേ ചെയ്യുന്നത് ആ അഡ്രസ്സാണ് പാസ്പോർട്ട് ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്. അതോടൊപ്പം അവരുടെ സ്ഥിരമായ അഡ്രസ്സും, അതായത് കേരളത്തിലെ ഉദാഹരണം മലയാളി കുട്ടിയാണ് അവിടെ പോകുന്നതെങ്കിൽ കേരളത്തിലെ അഡ്രസ്സും ആപ്ലിക്കേഷനിൽ കാണിച്ചിരിക്കണം. 2 ഇടത്തും വെരിഫിക്കേഷൻ നടക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ലബീബ് ചോദിക്കുന്നു, പാൻ കാർഡ് ഉള്ള ഒരാൾക്ക് തത്കാൽ പാസ്പോർട്ട് എടുക്കാൻ നോർമൽ പാസ്പോർട്ട് എടുക്കുന്ന ചാർജ് മാത്രമാണോ ഉള്ളത്? അത് ശരിയാണോ? തൽക്കാലിന് എല്ലാവർക്കും ഒരു ചാർജേ ഉള്ളൂ. നോർമൽ പാസ്പോർട്ടിന്റെ ചാർജ് 1500 രൂപ. തൽക്കാലിന് ഒരു എക്സ്ട്രാ 2000 രൂപ ക്യാഷ് ആയിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ കൊടുക്കണം. തൽക്കാലം നിലവിലുള്ള ഒരു പാസ്പോർട്ട് ഉള്ള ആൾക്ക് തൽക്കാലിന് പ്രത്യേക ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട, ആ പാസ്പോർട്ട് മാത്രം മതി. മറിച്ച് പാസ്പോർട്ട് ഇല്ല ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് 3 ഡോക്യുമെന്റ്സ് നിർബന്ധമാണ്. അതിലൊന്ന് നിർബന്ധമായും വേണ്ടത് വോട്ടർ ID കാർഡാണ്. സജി സ്റ്റീഫൻ ചോദിക്കുന്നു, പാസ്പോർട്ട് എക്സ്പയറി ആകുന്നതിന് മുന്നേ എത്ര നാൾ വരെ ലീഗലി നമുക്ക് ട്രാവൽ ചെയ്യാം? എമിഗ്രേഷൻ അലോ ചെയ്യുന്ന കാലത്തോളം അല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്യപ്പെടുന്ന കാലത്തോളം അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാം. അത് പാസ്പോർട്ട് ഓഫീസർ അല്ല തീരുമാനിക്കുന്നത്. കേശവദാസ് ചോദിക്കുന്നു, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ലോസ്റ്റ് പാസ്പോർട്ട് വിത്തൗട്ട് നോയിങ് ദ പാസ്പോർട്ട് നമ്പർ? പാസ്പോർട്ട് ഓഫീസിനെ അപ്രോച്ച് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ കിട്ടിയതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു ഡിലേ വരുന്നത്. Sir, if you want to report complaints filed, how can it be possible? അതിന് എന്തെങ്കിലും മെയിൽ ഐ ഡി ഉണ്ടോ? എവിടെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസിന് ഒരു മെയിൽ ഐ ഡി ഉണ്ട്. അത് rpo.cochin@mea.gov.in ആണ്. അല്ലെങ്കിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൊച്ചിൻ എന്ന പേരിലൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. വിത്തിൻ 24 hours we will respond. നമ്മൾ മുമ്പ് പാസ്പോർട്ട് ഡാമേജ് ആയെങ്കിൽ റിന്യൂ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് പേജ് മാത്രമേ സെപ്പറേറ്റ് ആയിട്ടുള്ളൂ, ഞാനത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്, അപ്പം അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഭയങ്കര അർജന്റ് ആണ്. പ്രശ്നമുണ്ട്. അർജൻസി ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഓഫീസറെ സമീപിക്കുക. വിസ അല്ലെങ്കിൽ റീജിയണൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ഒരു അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ ഉണ്ടായിരിക്കും, അവരെ സമീപിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ട സഹായം ലഭ്യമായിരിക്കും. ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല.
അനൂപ് ചോദിക്കുന്നു, കേരളത്തിൽ നിന്നാണ് പാസ്പോർട്ട് എടുത്തത്, ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിലാണ്. ഷുഡ് ഐ റിന്യൂ ഇറ്റ് ഫ്രം കേരള ഓൺലി ഓർ ഫ്രം ബാംഗ്ലൂർ? ബാംഗ്ലൂരിൽ നിന്ന് മാത്രമേ സാധിക്കൂ. റിന്യൂ ചെയ്യാൻ ബാംഗ്ലൂരിൽ തന്നെ. എവിടാണ് റിസൈഡ് ചെയ്യുന്നത്, അതിപ്പം ഡൽഹിയിലുള്ള ഒരാൾ ഇപ്പോൾ കേരളത്തിൽ വർക്ക് ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമേ റീഇഷ്യൂന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചു. ഒരു പാസ്പോർട്ടിൽ എന്ത് ഡാറ്റ ചേഞ്ച് ചെയ്യണമെങ്കിലും അത് റീഇഷ്യൂന് അപ്ലൈ ചെയ്യണം. അതൊരു പുതിയ പാസ്പോർട്ട് എടുക്കുന്ന പോലെ തന്നെ ഓൺലൈനിൽ ചെയ്യുക, പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോവുക, ഫോട്ടോ എടുക്കുക, ബയോമെട്രിക്സ് ക്യാപ്ചർ ചെയ്യുക, പാസ്പോർട്ട് ഗ്രാൻഡ് ആവും. പോലീസ് വെരിഫിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 24 hours അയാൾക്ക് പാസ്പോർട്ട് കിട്ടും. ഈ ഫോർജ് പാസ്പോർട്ട്സ് ഉണ്ട്, കള്ള പാസ്പോർട്ടുകൾ പണ്ട് കാലത്ത് ഭയങ്കര സജീവമായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവാണെന്ന് തോന്നുന്നു. അതിന്റെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇത് ഓൺലൈൻ സിസ്റ്റമാണ്, ബയോമെട്രിക്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു ഇൻട്രാനെറ്റ് ആണ്, അതായത് ഇന്ത്യയിൽ എവിടെ ഇരുന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സനോജ് ചോദിക്കുന്നു, if immigration clearance required for a person to travel outside country without changing the passport number, why not possible to give new passport after getting visa? അത് ഗവൺമെന്റ് പോളിസിയാണ്. അതായത് പാസ്പോർട്ടിൽ എന്ത് ഡാറ്റ മോഡിഫൈ ചെയ്യണമെങ്കിലും പുതിയൊരു ബുക്ക്ലെറ്റ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. മാനുവലായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാറില്ല. പാസ്പോർട്ട് എടുക്കുന്നതിന് പ്രായപരിധി ഉണ്ടോന്നാണ് ആനന്ദകൃഷ്ണൻ. ഒന്നുമില്ല, യാത്ര ചെയ്യാവുന്ന കാലത്തോളം പാസ്പോർട്ട് കിട്ടും. Is it refundable the money I had paid during for the correction of my date of birth? The application is rejected. Application reject ചെയ്തു കഴിഞ്ഞാൽ യൂഷ്വലി റീഫണ്ട് കൊടുക്കാറില്ല. Okay. ദേവ സുരേഷ് ചോദിക്കുന്നുണ്ട്, 4 വർഷമായിട്ട് അവർ കൊൽക്കത്തയിലാണ് ജോലി ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ ഡോക്യുമെന്റ്സ് കേരളത്തിലാണ്, അപ്പോൾ എങ്ങനെ പാസ്പോർട്ടിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അവർ കൊൽക്കത്തയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അതിന് അവിടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിസ്സാരമാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ആ ബാങ്ക് പാസ്ബുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കാണിച്ചാൽ മതി. സിറാജ് ചോദിക്കുന്നു, ഈ ഡാമേജ് ആയ പാസ്പോർട്ട് പുതുക്കുമ്പോൾ വീണ്ടും പോലീസ് എൻക്വയറി അത് പാസ്പോർട്ട് ഓഫീസിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ സ്റ്റാഫാണ് അത് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും അതിലൊരു വെരിഫിക്കേഷൻ കാണും. ഒരു മൈനർ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യും, വെരിഫിക്കേഷൻ അതിന് ശേഷമേ നടക്കുള്ളൂ. അതേസമയം ഒരു മേജർ ഡാമേജ് ആണെങ്കിൽ അത് ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ വെരിഫിക്കേഷന് ശേഷം മാത്രമേ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യൂ. അഖില് ചോദിക്കുന്നു, കാലാവധി തീരുന്നതിന് മുമ്പ് പാസ്പോർട്ട് പേജുകൾ തീർന്നാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ആവശ്യമായ പാസ്പോർട്ടിന് വേണ്ടി അങ്ങനെ റീഇഷ്യൂന് അത് തുടർച്ചയായിട്ട് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ജംബോ ബുക്ക്ലെറ്റിന്, അതായത് 60 പേജുള്ള ബുക്ക്ലെറ്റിന് അപേക്ഷിക്കാം. മനോജ് ചോദിക്കുന്നു, പാസ്പോർട്ടിലെ ഫോട്ടോ ക്ലിയർ അല്ല, എന്താണ് ചെയ്യേണ്ടത്? ഇതിന് എത്ര രൂപ വരെ ചിലവ് വരാം? പാസ്പോർട്ട് അത് ഇപ്പോൾ റീസെന്റ് ഒരു 6 മാസത്തിന് ഉള്ളിലെടുത്ത ഒരു പാസ്പോർട്ട് ആണെങ്കിൽ അയാൾക്ക് ഫ്രീ ആയിട്ട് ഒരു പുതിയ ബുക്ക്ലെറ്റ് കൊടുക്കും. അതല്ല 6 മാസം കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ഓൺലൈനിൽ വീണ്ടും അപ്ലൈ ചെയ്യണം, റീഇഷ്യൂന് അപ്ലൈ ചെയ്യണം. നിതിൻ ചോദിക്കുന്നു, ഫോർ ദ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ എവരി ഔട്ട്ലെറ്റ് ഷോപ്സ് ആർ ആൻഡ് ഇന്റർനെറ്റ് cafes are charging from ₹250 to ₹500. So this question is, how can the passport saver can itself do this for a less money? നിങ്ങൾക്ക് ഇതിന് സംവിധാനം എടുക്കാൻ സാധിക്കുമോ? അതാരാ ചോദിക്കുന്നത്? ആളുടെ പേര് നിതിൻ. നിതിൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ട്വിറ്റർ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരാൾ അത്രയും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ പാസ്പോർട്ട് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ബയോഡാറ്റ മാത്രം അപ്ലോഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഡാറ്റയും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അത്രമാത്രം നിസ്സാരമാണ് ഈ കാര്യം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അറിയില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ സമീപിക്കുക. ഒരു കാരണവശാലും മറ്റുള്ള ഏജൻസികളെ സമീപിക്കരുത്. ധനുഷ് ചോദിക്കുന്നു, hi sir, I had applied for renewal but it has kept hold for 6 months before, but I am not able to produce document due to some personal problems. Can I get it now? 6 മാസം മുൻപ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറയില്ലേ, പാസ്പോർട്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹോൾഡ് ചെയ്യാറില്ല. വിത്തിൻ 24 hours പാസ്പോർട്ട് കൊടുക്കും. ഈ കേസ് എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. Okay. How can we reach you to make enquiry about passport problems without paying cash or giving application? എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 12:30 വരെ പനമ്പള്ളി നഗറിലുള്ള ഓഫീസിൽ ഞാൻ ഉണ്ടായിരിക്കും. അയാൾക്ക് തീർച്ചയായിട്ടും എന്നെ വന്ന് കാണാം. ഇതൊരു വിയർഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. Is there any passport mela for issuing passport? പാസ്പോർട്ട് മേളയായിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. അത് ലക്ഷദ്വീപ് നിവാസികൾക്ക് മാത്രമേ നടത്താറുള്ളൂ. ഞങ്ങൾ ഈ വരുന്ന 10, 11 നവംബറിൽ ഞങ്ങൾ അമിനി എന്നുള്ള ഐലൻഡിലേക്ക് നടത്തുന്നുണ്ട്. ഓൾറെഡി അവർ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഈ പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ വല്ലതും ഉണ്ടെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. പാസ്പോർട്ട് ഇല്ലാതെ പോകുന്ന ഭൂട്ടാനിലൊക്കെ പോകാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കുറിച്ച്
സർ അജ്ജി ചോദിക്കുന്നു, ഐ വിഷ് ടു അപ്ലൈ പാസ്പോർട്ട് ഫോർ മൈ സൺ, ബട്ട് ഇൻ ഹിസ് ബർത്ത് സർട്ടിഫിക്കറ്റ് ദർ ഇസ് സ്ലൈറ്റ് ചേഞ്ച് ഓർ ഡിഫറൻസ് ഇൻ മൈ നെയിം. ഇസ് ദർ എനി ഡിഫിക്കൽട്ടി ഫോർ അപ്ലൈങ്? അതിനകത്ത് ഒരു പ്രശ്നമില്ല, അത് തിരുത്തിയെടുക്കാം. ഓക്കെ സാർ, മൈനർ ചേഞ്ച് ഇൻ നെയിമിന് അവർക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ സാർ, നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. സാറിന് ഈ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സേവാ കേന്ദ്രത്തിന്റെ എന്തെങ്കിലും വരുംകാല പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് സേവനം നൽകുന്നതിന്, അവർക്ക് സേവനം എളുപ്പമാക്കുന്നതിന് എന്തെങ്കിലും പദ്ധതികളോ ആവിഷ്കാരങ്ങൾ എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ എനിക്കൊരു പാസ്പോർട്ട് ഇല്ല. അത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എനിക്കൊരു പാസ്പോർട്ട് ഓഫീസിനെ അപ്ലൈ ചെയ്യാനുള്ളൊരു പേടി കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത് ഒരുപക്ഷെ ഏത് കോർപ്പറേറ്റ്സിനെയും വെല്ലുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഓഫീസാണ് പാസ്പോർട്ട് ഓഫീസ്. അത് 24 അവേഴ്സിനുള്ളിൽ ഞങ്ങൾ പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഞങ്ങളുടെ പദ്ധതി അത് കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും കോർപ്പറേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനോ അല്ലെങ്കിൽ ഈവൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പാസ്പോർട്ട് അവരുടെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മളത് എക്സ്ക്ലൂസീവായിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വെച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ പലരായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പല കോളേജസിനും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തത്. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.